ഭൂട്ടാനിൽ നിന്ന് പ്രീമിയം വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്യുന്നതിനെതിരെയുള്ള നടപടിയുടെ ഭാഗമായി കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷണറേറ്റ് പ്രമുഖ അഭിനേതാക്കളും വ്യവസായികളും ഉൾപ്പെടെ സമ്പന്ന വ്യക്തികളെ ലക്ഷ്യമിട്ട് നിരവധി റെയ്ഡുകൾ ആരംഭിച്ചു. ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നർത്ഥം വരുന്ന ഓപ്പറേഷൻ നംഖോർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ നടപടി അനധികൃതമായി ഇറക്കുമതി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഏകദേശം 100 വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നു. ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി ഉപയോഗിച്ച വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് റെയ്ഡുകൾ. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, കുറ്റിപ്പുറം, തൃശൂർ എന്നിവയുൾപ്പെടെ കുറഞ്ഞത് 30 സ്ഥലങ്ങളിൽ റെയ്ഡുകൾ തുടരുകയാണ്. നിയമവിരുദ്ധമായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നടന്മാരായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും കൊച്ചിയിലെ വീടുകളും നിരീക്ഷണത്തിലാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ നിയമം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കുന്നുവെന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ പറഞ്ഞു. സംശയിക്കപ്പെടുന്ന ലംഘനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും കസ്റ്റംസിന്റെയും പരിവാഹർ വെബ്സൈറ്റിലെ വ്യാജരേഖകളും ഉൾപ്പെടുന്നു. ഈ നിയമവിരുദ്ധ ഇറക്കുമതിയിൽ കുറഞ്ഞത് 10 മുതൽ 15 വരെ നിയമലംഘനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. വാഹനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചവയല്ല. കേസിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ ഭൂട്ടാൻ വഴി നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്തതാണെന്നും സംശയിക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്തതായി കണ്ടെത്തിയ വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുക്കുമെന്നും ഉചിതമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത ഉടമകൾക്ക് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.